നടത്തും. അതിനൊരു കൺട്രോളും അതിനൊരു നേതൃത്വം ഇല്ലെങ്കിൽ അതിന് കൺട്രോൾ തെറ്റിപ്പോകും. അല്ലേ? അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രവർത്തിക്കലെ മനസ്സിലാക്കാനും അതവർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുമാണ് ആശയവിനിമയം വേണ്ടത്. ഉദ്ദേശങ്ങള്, ഉപായങ്ങള്, പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ കഴിവുകള്, സന്നദ്ധതയും അവരുടെ ചിന്താശൈലിയും പ്രവർത്തന രീതിയും ഒക്കെ വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ആശയവിനിമയം സാധ്യമാകുകയുള്ളൂ. ഇപ്പം ഈ മാനേജ്മെന്റിന് വേണ്ടുന്ന ഒരു ഗുണമാണ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് എട്ടാമതാണ് പ്രവർത്തനങ്ങളെ വിലയിരുത്തൽ. വ്യക്തികളുടെ സംഘടനകളുടെയും പ്രവർത്തനം കാര്യക്ഷമമാണെങ്കിൽ ആ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ പറ്റിയ കാര്യക്ഷമമായ സംവിധാനം ആവശ്യമാണ്. പ്രവർത്തനങ്ങളുടെ മൂല്യനിർണ്ണയം ഒരു പ്രവർത്തനത്തിന്റെ സംഭാവന വിലയിരുത്തുന്നതിനുള്ള പ്രക്രിയയാണ് ഇത് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ. ഒന്നുകൂടി പറയാം. വ്യക്തികളുടെ സംഘടനകളുടെയും പ്രവർത്തനം കാര്യക്ഷമമാണെങ്കിൽ ആ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ പറ്റിയ കാര്യക്ഷമമായ സംവിധാനം ആവശ്യമാണ്. പ്രവർത്തന മൂല്യനിർണ്ണയം ഒരു പ്രവർത്തകന്റെ സ്വഭാവം വിലയിരുത്താൻ പ്രക്രിയയാണ്. അടുത്ത 9ാമതാണ് പ്രവർത്തനവും പ്രതിഫലവും തമ്മിലുള്ള ബന്ധം. ലിങ്കിങ് റിവാർഡ്സ് ആൻഡ് പെർഫോമൻസ്. പ്രവർത്തകർക്ക് നൽകുന്ന പ്രതിഫലം അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തേണ്ടതാണ്. അതായത് ഓരോരാളും ചെയ്യുന്ന പ്രവർത്തനത്തിന് അനുസൃതമായ പ്രതിഫലമാണ് ലഭിക്കേണ്ടത്. അത് ഉറപ്പുവരുത്തുന്ന മാനേജ്മെന്റിന് ഘടകമാണ്. ഇനി 10 അവസാനത്തത് മനുഷ്യ വിഭവശേഷി വികസനം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. അതായത് തങ്ങളുടെയും സ്ഥാപനത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് സഹായിക്കുന്ന കാര്യക്ഷമമായ പ്രവർത്തനമാണ് വേണ്ടത്. അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഒരു മാനേജ്മെന്റിന്റെ ഒരു ഘടകമാണ്. ഇത്രയുമാണ് പൊതുവെ ഒരു മാനേജ്മെന്റിന്റെ 10 കാര്യങ്ങൾ. അല്ലേ? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റില് ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ ഭരണം ഇന്ന് ഏറ്റവും പ്രസക്തമായ നല്ലൊരു മാനേജ്മെന്റ് വിദഗ്ധന്റെ കീഴിൽ നടത്തേണ്ട ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പം ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നല്ലൊരു മാനേജ്മെന്റ് വിദഗ്ധന്റെ കീഴിൽ ഭരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. സ്ഥാപനത്തിന്റെയും അക്കാദമികമായ പ്രവർത്തനത്തിന്റെയും മുന്നോട്ടുള്ള ഏറ്റവും നല്ല അതായത് മുന്നോട്ടുള്ള വൈദഗ്ധ്യം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വിദഗ്ധന്മാരായ മാനേജ്മെന്റ് ആൾക്കാരുടെ സഹായം അത്യാവശ്യമാണ്. ഇനി ഈ വിദ്യാഭ്യാസ മാനേജ്മെന്റില് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ താഴെ പറയുന്നതാണ്. ഒന്ന്, വിദ്യാഭ്യാസ പരിപാടികളിൽ വർദ്ധിച്ചു വരുന്ന സങ്കീർണ സ്വഭാവം. ഇത് മനസ്സിലാക്കാൻ നല്ലൊരു വിദഗ്ധന്റെ മാനേജ്മെന്റ് വിദഗ്ധന്റെ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ രണ്ടാമത് ആധുനിക സാങ്കേതിക വികസനങ്ങൾ, ടെക്നോളജികളിലും വികസനം മനസ്സിലാക്കണമെങ്കിലും നല്ലൊരു മാനേജ്മെന്റ് ആവശ്യമാണ്. അനിശ്ചിതം മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനം. 4, വിദ്യാഭ്യാസ ചെലവിന്റെ വർധനവ്. 5, വിദ്യാഭ്യാസത്തിലെ വർദ്ധിച്ച രാഷ്ട്രീയ സ്വാധീനം. 6, സാമൂഹിക പരിവർത്തനങ്ങൾ. ഇവയെല്ലാം നിയന്ത്രിക്കണമെങ്കിൽ ഒരു നല്ലൊരു മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ വിദഗ്ധന്റെ ആവശ്യമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറെ സിദ്ധാന്തങ്ങളുണ്ട്. നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പേര് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്ന്, തിയറി ഓഫ് ഓർഗനൈസർ ബിഹേവിയർ. രണ്ടാമത് തിയറി ഓഫ് സിസ്റ്റം അനാലിസിസ്. 3, തിയറി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. 4, ഇന്റഗ്രേറ്റീവ് കണ്ടിൻജൻസി തിയറി ഓഫ് മാനേജ്മെന്റ്. ഇത്രയാണ്
ഹും ദ ലഹും